നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് നടി ഹണി റോസ്. രാഹുലിന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ സംഘടിതമായ ആക്രമണം നടക്കുന്നു. ഇതുമൂലം താനും തന്റെ കുടുംബവും കടുത്ത മാനസിക സംഘർഷമാണ് നേരിടുന്നതെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും നടി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ഹണി റോസിന്റെ നീക്കത്തോട് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അതേസമയം ശ്രദ്ധേയമാണ്. ഏതു തരത്തിലുള്ള നിയമ നടപടിയും താൻ നേരിടാമെന്നതാണ് ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ നടത്തിയ പ്രതികരണം. കേൾക്കാം രാഹുലിന്റെ വാക്കുകൾ. ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം. ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം, സോഷ്യൽ ഓഡിറ്റ് ഉയരണം. ഹണി റോസിന്റെ സാരിയെ അല്ല, ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ ശരീരത്തെ അല്ല. എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ ദിവസവും ചീത്തകൾ കേൾക്കുന്ന എനിക്ക് ഹണി റോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും. ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത്, പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കേട്ടതാണ് രാഹുൽ ഈശ്വറിന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. ബോബി ചെമ്മണ്ണൂർ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്ന പരാതിയിലാണ് മൊഴിയെടുക്കുക. ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബിക്കെതിരെ ചുമത്തുന്ന കാര്യവും പോലീസ് പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ സുപ്രധാനമായ നീക്കമാണ് ഇന്നത്തെ ദിവസം. ഈ നടിയുടെ പരാതിയും അതിൻ്റെ തുടർ നീക്കങ്ങളുമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഇതിൻ്റെ നീക്കങ്ങൾ, നിയമവശങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ നടിയുടെയും അന്വേഷണ സംഘത്തിൻ്റെയും നീക്കമടക്കം വിശദമായി നമുക്ക് പരിശോധിക്കാം. നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, സുപ്രധാനമായ ഒരു കേസാണ്. നടി റോസ് നടത്തുന്ന നിയമ നീക്കങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ പിന്തുണയുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ ഈശ്വർക്കെതിരെയും കടുത്ത നിയമ നീക്കങ്ങൾ തന്നെ താൻ നടത്തും എന്ന് ഹണി റോസ് പറഞ്ഞ സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. നമുക്ക് ആദ്യം ഈ അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തിലേക്ക് വരുമ്പോൾ, അന്വേഷണ സംഘത്തിന് മുന്നിൽ വീണ്ടും ഹണി റോസിൻ്റെ മൊഴിയെടുക്കേണ്ട സാഹചര്യം പുതിയതായിട്ട് എന്താണ് ഉണ്ടാവുന്നത്? ഇത് സംബന്ധിച്ച പോലീസിൻ്റെ നീക്കം നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? നവമി. സജിത്ത്, ബോബി ചെമ്മണ്ണൂരിനെതിരെ 2 പരാതികളാണ് ഹണി റോസ് നൽകിയിരിക്കുന്നത്. അത് ആദ്യത്തെ പരാതി ഒരു പൊതുവേദിയിൽ വെച്ച്, ഉദ്ഘാടന വേദിയിൽ വെച്ച് ഒരു പുരാതന കഥാപാത്രത്തെ താനുമായി ഉപമിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് താൻ അത് കേട്ടു നിന്നു, ചിരിച്ചു എങ്കിൽ പോലും തനിക്കത് വളരെയേറെ മനോവിഷമമുണ്ടായി. ഒരു പൊതു ഇടമായതുകൊണ്ട് മാത്രമാണ് താൻ അതിനെ പ്രതികരിക്കാതിരുന്നത്. പിന്നീട് കുടുംബത്തെ എത്തി, കുടുംബത്തോടൊപ്പം അച്ഛനോടും അമ്മയോടും ഒക്കെ ഇത് സംസാരിച്ചു. പിന്നീടാണ് ഒരു നിയമ നടപടിയിലേക്ക് കടക്കാമല്ലോ എന്നൊരാലോചന ഉരുത്തിരിഞ്ഞതെന്ന് കൂടി നടി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ പരാതി നൽകിയത്. ഈ ഒരു കഥാപാത്രവുമായി തന്നെ താരതമ്യം ചെയ്തു, തന്നെ അത് വളരെ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ രീതിയിൽ മോശമായി തന്നെ അത് ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ള പരാതിയായിരുന്നു ഹണി റോസ് ആദ്യം പോലീസിന് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ റിമാൻഡിലാണ്. അതിനുശേഷം ഇപ്പോൾ അതിന് പിന്നാലെ തന്നെയായിരുന്നു മറ്റൊരു പരാതി കൂടി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് ഈ ആദ്യത്തെ സംഭവത്തിന് പിന്നാലെ പോലും വീണ്ടും താൻ ഇവരുടെ മാനേജറോട് തനിക്ക് ഈ കമ്പനിയുമായോ ഈ വ്യക്തിയുമായിട്ടോ ഇനി മുന്നോട്ട് പോകാൻ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഇനി നിങ്ങളുടെ ഉദ്ഘാടന പരിപാടിക്കൊന്നും എന്നെ വിളിക്കരുതെന്ന് കൃത്യമായി തന്നെ ഹണി റോസ് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ അത് കേൾക്കാതെ വീണ്ടും ക്ഷണിക്കുന്ന സാഹചര്യം. അപ്പോഴും ഹണി റോസ് ആ ഒരു ക്ഷണത്തെ നിരസിച്ചു. മറ്റൊരു ഒരു പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ, അതായത് ഒരു ജിമ്മിന്റെ ഉദ്ഘാടനത്തിലും ഒരു ഉദ്ഘാടന വേദിയിലും ക്ഷണിക്കാതെ പോലും ബോബി ചെമ്മണ്ണൂർ അവിടെ എത്തുകയും ഹണി റോസിന്റെ സാന്നിധ്യത്തിൽ മോശമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ അവിടെ നടത്തുകയും ചെയ്തു. തന്നെ നിരന്തരം പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു രീതിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം പല ഇന്റർവ്യൂകളിലും തന്റെ പേരെടുത്തു പറഞ്ഞ് തന്നെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കൂടി ഹണി റോസ് 2ാമത്തെ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിൽ വിശദമായ മൊഴിയെടുക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം ഇന്നലെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പ്രത്യേകം പറഞ്ഞിരുന്നു, പോലീസിനോട് 3 ദിവസത്തിനുള്ളിൽ, അതായത് ചൊവ്വാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഹണി റോസിന്റെ വിശദമായിട്ടുള്ള മൊഴി, ഒപ്പം ഈ ഹണി റോസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, ഇതിനു പുറമെ
ബോബി ചെമ്മണ്ണൂർ മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അവതാരികയുടെ ചോദ്യങ്ങൾക്ക് ദ്വയാർത്ഥ പ്രയോഗത്തോടു കൂടിയുള്ള മറുപടി നൽകുന്നു. ഇത്തരം കാര്യങ്ങളും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതടക്കം ശേഖരിച്ച് ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള കേസിൽ തെളിവുകൾ കൂടുതൽ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ആദ്യം ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുക. അത് രണ്ടാമത്തെ പരാതിയിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് കൂടുതൽ മൊഴിയെടുക്കുക. ഒപ്പം ബോബി ചെമ്മണ്ണൂർ നടത്തിയ മോശം പരാമർശങ്ങൾ അതുകൂടി ശേഖരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. സജിത്ത്. യെസ്, നവമി, ഇന്നലെ രാവിലെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് നമുക്കറിയാം രാഹുൽ ഈശ്വർക്കെതിരെ കൂടി താൻ ശക്തമായ നീക്കം നടത്തുമെന്ന കാര്യം നടി വ്യക്തമാക്കുന്നത്. അവർ സമൂഹ മാധ്യമത്തിലിട്ട ഈ പോസ്റ്റോട് രാഹുൽ ഈശ്വറിൻ്റെ പ്രതികരണവും രൂക്ഷമാണ്. താൻ എന്ത് തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിച്ചു കൊള്ളാം, താൻ ഇപ്പോഴും അവർക്കെതിരെ മോശം പരാമർശമൊന്നും നടത്തിയിട്ടില്ല, വേണമെങ്കിൽ ജയിലിൽ കിടക്കാൻ പോലും തയ്യാറ് എന്നതാണ് രാഹുൽ ഈശ്വർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട്. നമ്മളോടത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ മുന്നിലേക്ക് വീണ്ടും ഈ ബോബി ചെമ്മണ്ണൂരിന് കേസുമായി ബന്ധപ്പെട്ട് നടിയിൽ നിന്നും വീണ്ടും മൊഴി രേഖപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ പരാതി കൂടി രേഖാമൂലം ഉണ്ടായാൽ സ്വാഭാവികമായും അതിൻ്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ? ഇക്കാര്യം അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ടോ? സജിത്ത്, സെൻട്രൽ പോലീസിന് തന്നെയാണ് ഹണി റോസ് വീണ്ടും പരാതി നൽകുന്നത്. ഈ പരാതിയിൽ പറയുന്നത് പല മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂകളിലും രാഹുൽ ഈശ്വർ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി, അത് തന്റെ വസ്ത്രത്തെ പോലും മോശമാകുന്ന രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നതായി രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതൊക്കെ തനിക്ക് ഏറെ വേദനയുണ്ടാക്കി. താനും തന്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഹണി റോസ് വീണ്ടും തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് 18 അടക്കം നടത്തിയ അഭിമുഖത്തിൽ ചർച്ചകളിലൊക്കെ രാഹുൽ ഈശ്വർ ഹണി റോസിനെ എതിർത്ത് സംസാരിക്കുന്ന രീതി, അതായത് ഹണി റോസിന്റെ വസ്ത്രധാരണം അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നു എന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി ഹണി റോസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ പറയുന്നത് ഹണി റോസ് എന്ന വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ഹണി റോസിന്റെ വസ്ത്രത്തെ വിമർശിച്ചു. അതിന് അങ്ങനെ വിമർശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. സമൂഹത്തിന് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മോശം സന്ദേശം നൽകുന്ന ഒരു വസ്ത്രധാരണമാണ് ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് മാത്രമേ ഉള്ളൂ. താൻ ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ആ രീതിയിലാണ് താൻ ഈ പരാമർശങ്ങൾ നടത്തിയത്. നിയമപരമായി മുന്നോട്ട് പോകാനാണെങ്കിലും താനും അഭിഭാഷകനാണ്, താൻ സ്വയം വാദിച്ച് ഇത് മുന്നോട്ട് പോയിക്കോളാം, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിചാരണ പോലും കൂടാതെ താൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന് കൂടി ഒരു ആവേശത്തിന്റെ പുറത്തിൽ എന്തായാലും രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോലീസ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ കൂടുതൽ നടപടികളിലേക്ക്, ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാഹുൽ ഈശ്വർ കടക്കേണ്ടി വരും. എന്തായാലും ഹണി റോസിന് എതിരായിട്ടുള്ള ഈ മാധ്യമങ്ങൾ വന്ന് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസിനെ സമീപിക്കുകയും രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകുവാനും ഹണി റോസ് തയ്യാറായിരിക്കുന്നത്. സജിത്ത്. യെസ്, ഇന്ന് സുപ്രധാനമായ ദിവസമാണ്. കാരണം ഈ ഹണി റോസിന്റെ പരാതിയിൽ അന്വേഷണ സംഘത്തിന്റെ പലതരത്തിലുള്ള നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നടിയിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കാനുള്ള നീക്കമുണ്ടാകുന്നു. ഒപ്പം തന്നെ രാഹുൽ ഈശ്വർക്കെതിരായ പരാതി, അതും രേഖാമൂലമായ പരാതി പോലീസിന് മുന്നിൽ ലഭ്യമായി കഴിഞ്ഞാൽ തുടർ നടപടികൾ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ രാഹുൽ ഈശ്വർക്കെതിരായും കേസെടുക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുമുണ്ടാവാം. ഇന്നത്തെ ദിവസം നിർണായകമാണ്. അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച സുപ്രധാനമായ നീക്കങ്ങൾ ഇന്നത്തെ ദിവസം നടത്തുകയും ചെയ്യും. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷാവസ്ഥ. ബിഷപ്പ് ഹൗസിനകത്ത് സമരം നടത്തിയിരുന്ന വൈദികരെ പോലീസ് പുലർച്ചെ ബലമായി നീക്കം ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിൽ സംഘടിച്ചത്. പോലീസുമായി പലതവണ വാക്കേറ്റമുണ്ടായി. പ്രതിഷേധക്കാർ ഗേറ്റ് ബലം പ്രയോഗിച്ച് പൊളിച്ചു.
നിങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത കാണുന്നത് ബ്ലോക്ക് ചെയ്തില്ല ബ്ലോക്ക് ചെയ്ത് ആരൊക്കെ ജോലിക്ക് ബ്ലോക്ക് ചെയ്ത സ്ഥലത്തിപ്പോഴും സംഘർഷ രംഗങ്ങൾ തുടരുകയാണ്. അതീവ നാടകീയമായ കാഴ്ചകളാണ് ഇന്ന് രാവിലെ മുതൽ, ഇന്നലെ രാത്രി മുതൽ ഈ അങ്കമാലി അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ നടക്കുന്നത്. ആ തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷ നടപടികളാണ്. പോലീസിനെതിരെ വലിയ നീക്കമുണ്ടാകുന്നു. പ്രതിഷേധക്കാർ സംഘടിച്ച് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് സംഘർഷ രംഗങ്ങൾ. പോലീസിനെതിരെ പോലും വൈകാരികമായ നീക്കങ്ങൾ അവിടെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, അവിടെ സംഘടിച്ചിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള സമവായ നീക്കങ്ങൾ അവിടെ ഫലം കണ്ടിട്ടുണ്ടോ? സജിത്ത, ഇപ്പോൾ DCP അശ്വതി ജിജിയുമായി പ്രതിഷേധിക്കുന്നവർ ചർച്ച നടത്തുകയാണ് അകത്ത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഇവരെ ആവശ്യമെന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ ധാരണയിലേക്ക് പോകാൻ കഴിയുമോ എന്നതാണ് നോക്കുന്നത്. ഒപ്പം തന്നെ ADM സ്ഥലത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. പ്രധാനമായും തന്നെ ഈ പ്രതിഷേധിക്കുന്നവർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ കുറേ നേരമായി ഇവിടെ ഈ സംഘർഷാവസ്ഥ തന്നെയാണ്. ഇവിടെ വടം കെട്ടി ഗേറ്റ് വലിച്ച് ഗേറ്റിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണു. അങ്ങനെ നാടകീയമായ നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. സമരക്കാരുമായി പലതവണ പോലീസുമായിട്ട് വാക്കേറ്റമുണ്ടാകുന്നു. അങ്ങനെ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച ബിഷപ്പ് ഹൗസിന് മുന്നിലെ സംഘർഷം സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിലാണ് ഈ സംഘർഷം നടക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയ ഈ ഒരു അവസ്ഥ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിനൊരു അയവും വന്നിട്ടില്ല. ഇപ്പോൾ നടത്തുന്ന ഈ ചർച്ചകൾ അത് ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഒരു സംഘർഷാവസ്ഥ കുറയുമോ കൂടുമോ എന്നെല്ലാം തന്നെ അറിയാൻ. പ്രധാനമായും തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പോലീസ് നടപടി, ഇന്ന് പുലർച്ചെയുണ്ടായ പോലീസ് നടപടിയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് പോകുന്നതിന് കാരണമായിട്ടുള്ളത്. ഇതിൽ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്ന ഈ സംഘർഷാവസ്ഥ അതിരൂപതയുടെ നേതൃത്വവുമായിട്ട്, ഔദ്യോഗിക നേതൃത്വവുമായിട്ട് അതിനെ പ്രതികൂലിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയൊരു വിഭാഗം വൈദികരും അതിനെതിരെയാണ് നിൽക്കുന്നത്. ജനാഭിമുഖ കുർബാന തന്നെ തുടരണം, ഏകീകരിച്ച കുർബാനയിലേക്ക് പോകാൻ സാധ്യമല്ല എന്നവർ പറയുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ, സംഘർഷാവസ്ഥ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ ഒരു കൃത്യമായ രീതിയിലുള്ള അവസ്ഥ നാടകീയ നിമിഷങ്ങളാണ്, നാടകീയ നീക്കങ്ങളാണ് രാവിലെ മുതൽ അവിടെ കാണുന്നത്. പോലീസിന്റെ നടപടിയിൽ ചിലർക്ക് പരിക്കു പറ്റിയെന്നാണ് വൈദികർ ആരോപിച്ചത്. എൻ്റെ പേര് ജെറി പോൾ ഞാളിയത്തുനിന്നാണ്. എൻ്റെ പെർമനന്റ് അഡ്രസ്സ് ആർച്ച് ബിഷപ്സ് ഹൗസ്, PB നമ്പർ 2550, ബ്രോഡ്വേ ഷൺമുഖം റോഡ്, എറണാകുളം, കേരള. അതാണ് ഈ പറയുന്ന ഹൗസ്. ഞാൻ ആ ഹൗസിലായിരുന്നു. എന്റെ അവിടെ നിന്ന് ഇനി ഞങ്ങളെ മാറ്റണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോടതിയുടെ ഒരു ഓർഡർ ഞങ്ങൾ കാണിച്ചു തരണം. ഇത് മത പോലീസ് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ഏതോ ഒരു അച്ഛന്റെ ഒരു കത്തും കാണിച്ചുകൊണ്ട്, ആ കത്ത് ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ല. അവസാനം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കത്ത് കാണിച്ചു. ഒരു കത്ത്, ആ കത്തിന് എന്ത് വിലയാണുള്ളത്? ആ കത്തനുസരിച്ചാണ് കേരള പോലീസ് വർക്ക്. അതുകൊണ്ട് ഇത് കേരള പോലീസാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് മത പോലീസാണ്. അതായത് ഞങ്ങൾ പറഞ്ഞ കാര്യം, ഞങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവർക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങൾക്കൊരു വിരോധമില്ല. അറസ്റ്റ് ചെയ്ത് മാന്യമായിട്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുക, കോടതി കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുക, ജയിലിൽ. അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളവരോട് പറഞ്ഞതാണ്. അത് ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് വലിച്ചിറക്കി ഇവിടെ കൊണ്ടുവന്നിടാനായിട്ട് അവർക്ക് എന്ത് അവകാശമാണുള്ളത്? ഇന്ന് രാവിലെ 5 മണിക്ക് പോലീസുകാർ 100-150ഓളം പോലീസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. കൃത്യമായിട്ട് നമ്പർ അറിയില്ല. ഇവര് മുറിയിൽ ഞങ്ങളെ വന്ന് ഒരു ബലം പ്രയോഗിച്ച് നീക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കോർട്ട് ഓർഡർ അല്ലെങ്കിൽ വാറണ്ട് എന്തെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ് ഓക്കെ ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പ്ലീസ് പ്രൊഡ്യൂസ് ഇറ്റ്.
ഇന്ത്യ ഗവൺമെന്റ് നിയമം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ അത് ഞങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുന്നവരെ കാണിക്കും. പറഞ്ഞ ഞങ്ങൾ സൗകര്യമുള്ളപ്പോൾ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ഇവിടെ പിടിച്ചു കൊണ്ടത്. ഞാൻ ബലപ്രയോജനമില്ല, കാരണം എനിക്ക് ഇച്ചിരി പ്രശ്നമുള്ളതാണ്. ഇവര് എന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് ഈ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുന്നു, നിങ്ങളെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പള്ളി കയറി പ്രാർത്ഥിക്കാം. ഇത് ഏത് പോലീസായത്? ഞങ്ങൾ അപ്പോഴും ചോദിച്ചു, ഇവിടെ വന്നപ്പോഴും ചോദിച്ചു, ഇഫ് യു ഹാവ് എനി ഡോക്യുമെന്റ് ടു പ്രസന്റ് അസ് പ്ലീസ് പ്രൊഡ്യൂസ് അസ്. അപ്പൊ അയാൾ ഈ അനീഷ് ജോയ് എന്ന് പറഞ്ഞ ആ CI പറഞ്ഞത്, നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. അത് പുള്ളി പല പ്രാവശ്യം ആവർത്തിയായിരുന്നു, നിങ്ങൾക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം. അനീഷ് ജോയ് പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾ പിടിച്ചപ്പോഴത്തേക്ക് ഇടുന്നത്. അപ്പൊ അനീഷ് ജോയ് ആവർത്തിച്ച് പറയുന്നത് കാരണം എന്താ ഞങ്ങൾക്ക് മനസ്സിലാവുന്നല്ലോ, CTN ഉൾപ്പെടെയുള്ള ചാനൽ ചർച്ചകൾ കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടത് സംഭവിച്ചാണെന്നല്ല. കാരണം ഞങ്ങൾ കൃത്യമായിട്ട് കാരണം ബോധ്യപ്പെടുത്താൻ പോലീസുകാരുടെ പ്രത്യേകിച്ച് രേഖകളോ ചോദിച്ചിട്ട് ഒന്നുമില്ല. അപ്പോ ചാനൽ ചർച്ച കണ്ട് നേതൃത്വം ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ. നിങ്ങൾ പോലീസുകാരോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്ടേ? ഇവിടെ വലിച്ചഴിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ ഇവിടെ കിടക്ക് എന്ന് പറയുന്നത് എവിടെ ന്യായമുള്ളത്? ഇതാണോ ഇത് ജയിലാണോ? ഇത് ജയിലാണോ? പോലീസ് സ്റ്റേഷനാണോ ഇത്? പോലീസ് അന്വേഷിക്കണം. ഞങ്ങൾക്ക് ഇതേവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. വളരെ ക്രൂരമായാണ് ഇന്ന് രാവിലെ പോലീസ് പെരുമാറിയത്. ഞാനവിടെ മുറിയിലിരിക്കുവായിരുന്നു. പോലീസുകാർ വന്ന് 3-4 പേര് എന്റെ അടുത്ത് വന്ന്, അതിൽ 2 പേര് കൂടെ എന്റെ കയ്യെ പിടിച്ചു പൊക്കി. ഞാൻ ചോദിച്ചു, സാർ എന്ത് അധികാരത്തിലാണ് ഇത് ചെയ്യണത്? ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം. ഞാൻ പറഞ്ഞു, ഇതെന്റെ ഭവനമാണ്. സാർ പറഞ്ഞു, ഇത് പോലീസ് പ്രൊട്ടക്ഷനുള്ള സ്ഥലമാണ്. ഞാൻ ചോദിച്ചത്, പോലീസ് പ്രൊട്ടക്ഷനുള്ള സ്ഥലം കാണിക്കാൻ എന്ത് ഡോക്യുമെന്റ് ആണ് സാറിന്? അതേ സാറിനോട് ഇന്നലെ ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ സാറ് പറഞ്ഞു, അതെന്റെ ഓഫീസിലിരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണേ കോടതിയുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഞങ്ങൾ കോടതിയിൽ അന്വേഷിച്ചു, വെബ്സൈറ്റിൽ അന്വേഷിച്ചു, ഇതൊന്നും കിട്ടാതെ വന്നിട്ട് ഞങ്ങൾ ഈ സാറിനെ തന്നെ ഫോൺ വിളിച്ചു. ജെറി എന്ന് പറയുന്ന അച്ഛൻ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. ഇന്ന് വരെ ഇത് അയച്ചു തന്നിട്ടില്ല. ഇന്ന് രാവിലെ വന്നപ്പോഴും ഞങ്ങൾ ചോദിച്ചു, സാറിന് ഇവിടെ കയറി നിങ്ങൾക്ക് ഇങ്ങനെ കയറി വളരെ മോശമായി ഞങ്ങളോട് പെരുമാറാൻ എന്ത് അധികാരമാണുള്ളത്? അവർ ഞങ്ങളോട് പറഞ്ഞു, ഡോക്യുമെന്റ് ഉണ്ട്, ഇതുവരെയും ഞങ്ങളെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, വീണ്ടും എന്നെ അവിടെ 4 പോലീസുകാരോട് പിടിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പിടിക്കണമെങ്കിൽ നിങ്ങൾ അറസ്റ്റ് വാറണ്ട് കാണിക്കണം. ഞങ്ങൾ ഓൾറെഡി DGPക്കും പോലീസ് കമ്മീഷണർക്കും ഈ അച്ഛന്മാരുടെ പരാതി ഇപ്പോൾ തന്നെ പോകും. കാരണം പോലീസിന്റെ ഹരാസ്മെന്റ് ഇവിടെയുണ്ട്. സർക്കാരിന്റെ കളിയാണോ മെത്രാന്മാരുടെ കളിയാണോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ACP കൃത്യമായിട്ട് പറഞ്ഞു, ഈ സർക്കാർ എറണാകുളം അതിരൂപതയ്ക്ക് എതിരാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അത് ഇവിടെ കേട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ പക്ഷത്ത്, അല്ലെങ്കിൽ ഓക്കെ ഈ സർക്കാരിന്റെ പക്ഷത്ത് ഞങ്ങളും അല്ല, ഓക്കെ. അപ്പൊ അതാണ്, ബാക്കി കാര്യങ്ങൾ ലീഗലായിട്ട് തന്നെ ഞങ്ങൾ മൂവ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഡാനി, വലിയ തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെ നിലനിന്നിരുന്നല്ലോ രാവിലെ മുതൽ. അതിലൊരു അയവും ഇതുവരെയും വന്നിട്ടില്ല അല്ലേ? കാരണം ആളുകൾ മടങ്ങിപ്പോവാൻ, തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മടങ്ങിപ്പോയി ബിഷപ്പ് ഹൗസിലേക്ക് തിരികെ എത്തിക്കണമെന്ന് അവരുടെ ആവശ്യമുണ്ട്. ഇതിനിടയിലാണ് ഈ പോലീസിന്റെ നീക്കം വലിയ വിമർശന വിധേയമാവുന്നത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന വാദം ഒരു പരിധിവരെ ശരിയാണ് താനും. എന്താണ് നിലവിലെ സാഹചര്യം? ഇതിൽ എന്ത് സമവായ നീക്കമാണ് പോലീസ് ലക്ഷ്യമിടുന്നത്? സജിത്ത്, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാവിലെയുള്ള ഒരു പോലീസ് നടപടി അത് തിരക്കിട്ടതായിരുന്നു എന്ന രീതിയിലാണ് പൊതുവിൽ പറയുന്നത്. സമരക്കാർ അതിൽ ആക്ഷേപിക്കുന്നു. ഇത് ഇങ്ങനെ വൈദികരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് ഏത് രീതിയിലാണ് അത് തങ്ങൾക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയുക? അതിൽ 80 വയസ്സ് വരെ പ്രായമുള്ള വൈദികരുണ്ട്. അവരെല്ലാം ഇതുപോലെ സാധാരണ റോഡുകളിലെല്ലാം തന്നെ സമരം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രതിഷേധിക്കുന്നവരെല്ലാം തന്നെ വലിച്ചിഴക്കുക, റോഡ് ഉപരോധിക്കുക. അതിന് സമാനമായ രീതിയിൽ തന്നെ അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. അതെങ്ങനെയാണ് ന്യായീകരിക്കാനായിട്ട് സാധിക്കുക? അവരെ ആ ഒരു പരിഗണനയും നൽകാതെ അവരെ നീക്കിക്കൊണ്ടുപോകുന്നു. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ചോദിക്കുന്നു. അവിടെ ACP പറഞ്ഞൊരു മറുപടിയും വിവാദത്തിലായിരുന്നു. ഇത് സർക്കാരിന്റെ ഒരു നിർദ്ദേശമാണ് എന്നതടക്കമുള്ള ഒരു മറുപടി പറഞ്ഞതായാണ് വൈദികർ ആരോപിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ സങ്കീർണതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കാര്യങ്ങളെ. ഇതോടെ വലിയ രീതിയിൽ പോലീസിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഈ സമരം ചെയ്യുന്നവർ പ്രതിഷേധിക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ബിഷപ്പ് ഹൗസിൽ നിന്ന് ഈ വൈദികരെ പുറത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് ഈ ബസിലിക്ക പള്ളിക്ക് വളപ്പിൽ അവരെ ഇരുത്തുകയും എല്ലാം തന്നെ ചെയ്തത്. അവരോട് പിന്നീട് പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്
പറഞ്ഞു. അവർ പറയുന്നത് തങ്ങളെ അറസ്റ്റ് ചെയ്തതായിട്ട് തന്നെ രേഖപ്പെടുത്തണം, എങ്കിൽ മാത്രമേ തങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകൂ. ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തിരിച്ച് ബിഷപ്പ് ഹൗസിനകത്തേക്ക് സമരം ചെയ്യാൻ തങ്ങളെ വിട്ടയക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. പുറത്ത് പ്രതിഷേധിക്കുന്നവരും അത് തന്നെയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഒന്നുകിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനകത്ത് അവർ തുടരുന്ന പ്രാർത്ഥനാ യജ്ഞം എന്ന പേരിൽ തുടരുന്ന സമരം ഇത് തുടരാൻ അനുവദിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഈ ആവശ്യങ്ങളിൽ ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ ഇതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെയും ഇതേ സമാനമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയും സെന്റ് മേരീസ് ബസിലിക്ക സിറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയങ്ങളിൽ ഒന്നാണ്. ഇത് മാസങ്ങളോളം വിശിഷ്ട ദിവസങ്ങളിൽ പോലും ക്രിസ്മസ് രാവുകളിലെല്ലാം പോലും അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക്, പൂട്ടിയിട്ട് പോലീസ് കാവൽ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എല്ലാം തന്നെ കാര്യങ്ങൾ പോന്നിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ കൊണ്ടുപോകണം എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങളകത്ത് DCPയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം ADM സ്ഥലത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ADMുമായുള്ള ചർച്ചകൾ തുടരും എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു ഏത് രീതിയിലൊരു തീരുമാനമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടുത്തെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരാൻ. എന്തായാലും നിലവിൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിഷേധം കടുത്ത രീതിയിൽ തന്നെ പ്രതിഷേധം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. തൽക്കാലം അതിനൊരു അയവ് വന്നിരിക്കുന്നത് ഇപ്പോൾ ചർച്ച നടക്കുന്നു. അതിന്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി മതി പ്രതിഷേധം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. രാവിലെ മുതൽ തുടരുന്ന വൈദികരും അതോടൊപ്പം തന്നെ വിശ്വാസികളും ഇവിടെ തുടരുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ സിറോ മലബാർ സഭയുടെ സിനഡ് തുടരുകയാണ്. സിനഡ് ഇന്ന് അവസാനിക്കുന്നു. സിനഡിൽ നിന്നും ഒരു നടപടിയും വന്നിട്ടുണ്ട്. ഈ സമരം ചെയ്ത വൈദികരിൽ 6 പേർക്ക് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. സഭാ നേതൃത്വം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മറ്റ് 15 പേരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസും വൈദികർക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ചുകൂടി കാര്യങ്ങൾ വഷളാക്കുന്നു എന്നത് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. ശരി ഡാനി, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ബോസ്കോ പുതൂർ ഈ ചുമതലയിലേക്ക് വരുന്നത് അദ്ദേഹം ഈ തർക്ക പരിഹാരത്തിനൊരു ഫോർമുല എന്ന തരത്തിലാണല്ലോ. അപ്പോൾ അത് പരിഹരിക്കപ്പെടുന്നില്ല. ഈ ഘട്ടത്തിലാണ് പുതിയൊരു ദൗത്യം ബിഷപ്പ് പാംബ്ലാനിക്ക് മേൽ ഈ പുതിയൊരു ദൗത്യം കൂടി വരുന്നു എന്ന സൂചന കൂടി വരുന്നത്. അദ്ദേഹം പുതിയ അഡ്മിനിസ്ട്രേറ്ററായി ചുമതല ഏറ്റെടുക്കുമെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണം വരുന്നുണ്ടോ? ബോസ്കോ പുതൂറിന് പകരം പാംബ്ലാനി ആ ചുമതലയിലേക്ക് വരുന്നു എന്ന ഒരു സുപ്രധാനമായ തീരുമാനം സിനഡിൽ നിന്നും വരുന്നു എന്ന സൂചനകളുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടോ ഡാനി? ഇക്കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം സജിത ഉറപ്പാണ്, കഴിഞ്ഞ കുറെ നാളുകളായി ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള സിനഡിന്റേതടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിൽ പലരെയും തന്നെ ഇവിടെ നിയോഗിക്കുകയും ചെയ്യുന്നു. മാർ ആൻഡ്രൂസ് താഴത്തിനെ അടക്കം അവിടേക്ക് നേരിട്ട് നിയോഗിക്കുന്നു. ആർച്ച് ബിഷപ്പായിരുന്ന അദ്ദേഹത്തിനാണ് കൂടുതൽ വിപുലമായ അധികാരങ്ങളോടുകൂടി ഇവിടേക്ക് വരികയും ചെയ്തു. പക്ഷെ അതെല്ലാം കൂടുതൽ സങ്കീർണതകളിൽ നിന്ന് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ഇപ്പോൾ ബോസ്കോ പുതൂറിനെ നിയോഗിക്കുകയും ചെയ്തു. അവിടെ കൊണ്ടും പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പോൾ ഇത് രണ്ടുപേരും കുറെ കൂടി വിട്ടുവീഴ്ചകൾക്ക് ഇരുന്നു കൊണ്ട് ചർച്ചകളിലേക്ക് നീങ്ങുകയാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതിൽ വിട്ടുവീഴ്ച എന്നതിൽ ആര് എങ്ങനെ നിലപാടെടുക്കുന്നു എന്നതിനെ തന്നെ ആശ്രയിച്ചിരിക്കും. അല്ലെങ്കിൽ ആരെ നിയമിച്ചതുകൊണ്ടും ഈ ഒരു വിഷയങ്ങൾ വളരെ എളുപ്പം പരിഹരിക്കപ്പെടും എന്ന ഒരു വിശ്വാസം ആർക്കും തന്നെ ഇല്ല. ഇപ്പോൾ ഒരാൾ മാറി മറ്റൊന്ന് വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം ഇത്തരം കാര്യങ്ങളിൽ തുറന്ന ചർച്ചയും സമീപനവും ഇല്ലാതെ ആളുകൾ മാറി വരുന്നതനുസരിച്ച് ഈ വിഷയങ്ങൾ അവസാനിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഡാനി, ഒരു കാര്യം കൂടി, ഈ സിനഡിൽ നിന്നും വൈദികരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ വിമത വിഭാഗവും വലിയ നീക്കങ്ങൾക്ക് ഒരുങ്ങുമല്ലോ. അങ്ങനെയെങ്കിൽ ഒരു സമവായ നീക്കം ഒരു തരത്തിലും ഇപ്പോൾ മുന്നിലില്ല. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ, അല്ലേ? നിലവിൽ അത് തന്നെയാണ് സജിത്ത. കാരണം ഇപ്പോൾ സിനഡിന്റേതായ ഈ ഒരു വ്യക്തത അത് കൃത്യമായ സന്ദേശമാണ്. കൃത്യമായ ഈ കാര്യങ്ങൾ എങ്ങനെ സിനഡ് കാണുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴുള്ള ഈ ഉത്തരവ് എന്ന് പറയുന്നത്. അത് ഔദ്യോഗികമായി ഇവിടേക്ക് ഒരുപക്ഷെ ഔദ്യോഗികമായി അവർക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ സിനഡിൽ അത്ര ഒരു തീരുമാനങ്ങളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. നേരത്തെ അത്ര ഒരു വാർത്താക്കുറിപ്പും വന്നു കഴിഞ്ഞതായിട്ടാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ആ നടപടിയെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നു. നേരത്തെയും ഈ
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ 4 വൈദികർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അത് അപ്പോൾ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ സമരം ചെയ്ത ആളുകൾക്കെതിരെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതുതായി ഇപ്പോൾ 6 പേർക്ക് കൂടി വന്നിരിക്കുന്നത്. അവർക്ക് വൈദിക വൃത്തിയിൽ നിന്നടക്കമുള്ള ഒരു വിലക്കിലേക്ക് അടക്കം നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് ആ കാര്യങ്ങളിൽ പറയുവാനുള്ളത്. അതിൽ മറുചേരി വിമതപക്ഷം എന്ന് പറയുന്ന ഈ ഒരു ചേരി കൂടി ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എറണാകുളം അങ്കമാലി അതിരൂപത ചെറു മലബാർ സഭയുടെ 35 അതിരൂപതകളിൽ 34 തീരുമാനം അനുസരിക്കുമ്പോൾ വിഘടിച്ചു നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. പക്ഷേ ഏറ്റവും പ്രബലവും ശക്തവുമായ ഒരു വിഭാഗവും ഇത് തന്നെയാണ്. ഇവർക്ക് ഒരു തരത്തിലും ഔദ്യോഗിക പക്ഷത്തിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് സമവായത്തിലേക്ക് കൊണ്ടുവരാനോ ഇവരെ ഒരു ഘട്ടത്തിലും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അത് ഭൂമി വിവാദമായാലും പിന്നീട് വന്ന കുർബാന ഏകീകരണ വിഷയമായാലും അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു രീതിയിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അത്ര കണ്ട് പ്രബലരായിട്ട് നിൽക്കുകയാണ് ഈ വിമതപക്ഷത്തെ ഉള്ളവർ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നിലവിലെ ഒരു സഭാ ചട്ടങ്ങളിൽ നിന്നുകൊണ്ട് എത്രത്തോളം അതിന് സാധ്യമാകുമെന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട്. സജിത, യെസ്, ഡാനി സൂചിപ്പിച്ചതാണ്. നിലവിൽ സമവായത്തിലുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. സഭയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിനിടയ്ക്കാണ് ഇന്ന് പോലീസിന്റെ നടപടി കൂടി ഏറെ വിവാദത്തിൽപ്പെടുന്നത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളികൾ, വലിയ തരത്തിലുള്ള പ്രതിഷേധ നീക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നു എന്ന സാഹചര്യമുണ്ട്. ഇതിലാണ് സിനഡിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ സൂചനകൾ കൂടി പുറത്തു വരുന്നത്. ജോസഫ് പാംബ്ലാനി, അദ്ദേഹത്തിന് സുപ്രധാനമായ ചില ചുമതലയുണ്ടാകുന്നു. അങ്ങനെയെങ്കിൽ തലശ്ശേരി ബിഷപ്പിനെ അവിടേക്ക് നിയോഗിച്ച് പുതിയ തരത്തിലുള്ള സാധ്യതകൾ, പ്രശ്നപരിഹാര നീക്കം, വിമത വിഭാഗത്തെയും കൂടി ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ വൈദികർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനി എങ്ങനെ സമവായമെന്ന വലിയ ചോദ്യങ്ങൾ കൂടി ഉയരുകയാണ്. സംഘർഷപരിമിതമായ അങ്ങേയറ്റം സംഘർഷം നിറഞ്ഞ ഒരു കാലാവസ്ഥയിലൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കടന്നത്. സഭാതർക്കം പുറത്തേക്ക് നീങ്ങുമ്പോൾ എങ്ങനെ ഈ ക്രമസമാധാന പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്നത് സർക്കാരിനും പോലീസിനും മുന്നിലും വലിയ തലവേദന കൂടിയാണ്. ഇടവേളയാണ്, മടങ്ങി വരാം. വില്ലിവൈ ടൂത്ത് പേസ്റ്റ് തികച്ചും സൗജന്യം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും വരുമ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാവുകയാണ് മാമിയുടെ തിരോധാനം. മാമി എവിടെയെന്ന ചോദ്യം, വ്യവസായ മാമി എവിടെയെന്ന ചോദ്യം രാഷ്ട്രീയ രംഗത്തും വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. കാണാവുന്നതിന് തൊട്ടു മുമ്പ് മാമിയെ ഒരു പെൺകുട്ടിയോടൊപ്പം ബീച്ചിൽ വെച്ചു കണ്ടു എന്ന് രജിത് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇരുവരും അടുത്തിടപഴകുന്നതാണ് കണ്ടത്. ഭാര്യമാരോ ബന്ധുക്കളോ അല്ല. കാണാതായ ദിവസം തന്നെ പരാതി നൽകിയതിൽ അസ്വാഭാവികതയുണ്ട്. വൻ തോക്കുകളെ ഒഴിവാക്കി അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് തന്നിൽ മാത്രമെന്നും മാമിയുടെ ഡ്രൈവർ രജിത്ത് പറയുന്നു. അവർ രാജീവന്റെ കൂടെയാണ് ഞാൻ പോയിട്ട് അന്നത്തെ സ്ത്രീയോട് പറഞ്ഞത്, സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്, ഇയാൾ കൂടെ, ഇയാൾ ആരാന്നറിയില്ല അന്നാണ് പറഞ്ഞത്. കാറിൽ വെച്ച് കണ്ടതാണ്? അല്ല, കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു, ബീച്ചിന്റെ പുറത്ത്. ആ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. അല്ല, പെൺകുട്ടിയാണ്? പെൺകുട്ടിയാണ്, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഒരു പർദ്ദ മോം മറച്ചുള്ള ഒരു സ്ത്രീ കുട്ടിയാണ്. എന്തായാലും മുമ്പേ അത്ര അടുത്താണ് നിന്നത്. അടുത്താണ് നിന്നത്. മുമ്പ് വേറെ അടുത്ത് കണ്ടിട്ടില്ല. ഞാൻ ആ കുട്ടീനെ കണ്ടാലും പെട്ടെന്ന് ആ രീതിയിൽ ഡ്രസ്സ് ധരിച്ചാലും പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ ഭാര്യമാരെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ, മക്കളെയും ഒക്കെ അറിയാം? രണ്ട് ഭാര്യമാരെ എനിക്ക് കറക്റ്റ് അറിയുള്ളൂ. എന്റെ ഈ സഭാധാന പെണ്ണ് കണ്ടാൽ പോലും ഞാൻ അറിയില്ല. ഞാൻ ജീവിതത്തിൽ സംസാരിച്ച് പോയിട്ടില്ല, ഒരു വീട്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇപ്പൊ കുടുംബം പിന്നെ പറഞ്ഞത് നിങ്ങൾ മനഃപൂർവ്വം വഴിതിരിച്ചുവിടാനാണ് ഈ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞത്.
അതെന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും തുമ്പ് ഇതിൽ നിന്ന് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് അതുകൊണ്ടാണ് അതിന്റെ ബാക്കിലാണെങ്കിൽ തുമ്പെങ്കിൽ കിട്ടട്ടെ വെച്ചിട്ടാണ് ഞാൻ അത് പറയാനുള്ള കാരണം. ഞാൻ രാജുവേട്ടനോട് അങ്ങോട്ട് പറഞ്ഞു, രാജുവേട്ടൻ എങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയണ്ടേന്ന് വെച്ചു. രാജുവേട്ടൻ തീർച്ചയായിട്ടും പറയണമെന്നാണ്. പക്ഷെ അതിന്റെ പുറകിലാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോലീസോട് പറയാനുള്ള കാരണം. ഇതിപ്പോൾ നിങ്ങൾ നിലവിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ വാങ്ങിയിരുന്നു അല്ലെ, നോട്ടീസ് നൽകിയ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതൊക്കെ വയലേറ്റ് ചെയ്താണ് ഇപ്പോൾ കാര്യം. അതൊക്കെ വയലേറ്റ് ചെയ്താണ് കാര്യം നടക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചുള്ളൊരു ധാരണ എനിക്ക് ഇപ്പോഴും എൻ്റെ ഇല്ല. അത്രയും വല്ലാത്ത അവസ്ഥയിലായിരുന്നു. സർ, നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഒരാളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഒരു വയ്യെങ്കിൽ ഒരാളെ ഒരു മരുന്ന് തന്നെ വാങ്ങി തരാമെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവൻ പോലീസിൻ്റെ ലിസ്റ്റിലായി. എൻ്റെ സുഹൃത്തുക്കളെ, അമ്മനെ അനിയത്തിൻ്റെ മോനൊക്കെ വിളിച്ച് വല്ലാതെ ഒരു അറസ്റ്റ് ചെയ്തത്. ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത വേറൊരാളാണെങ്കിൽ ഇത്രയും ഞാനായതുകൊണ്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ മിലിറ്ററി ട്രെയിനിങ് ഉള്ള മുമ്പ് പോയിട്ടുണ്ടായി, കുറച്ച് ഉണ്ടായിരുന്നു. ഒരു 6 മാസം ഉണ്ടായിരുന്നു. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കുറെ മുമ്പ് അത് പഠിച്ചിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ചെറുപ്പകാലത്ത്. ഇപ്പൊ തന്നെ ഒരു 50 വയസ്സായി. ഒരു 10-20 വയസ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഈ പല കാര്യങ്ങളെക്കുറിച്ചും, പ്രത്യേകിച്ചും അവസാനം വന്ന ഈ ഹൈദരാബാദിലെ ഭാര്യയ്ക്ക് വന്ന സന്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നില്ല. ഒപ്പം പരാതി, ഒരു മനുഷ്യനെ കാണുന്നതായാൽ വളരെ പെട്ടെന്ന് തന്നെ കുടുംബം എന്തുകൊണ്ട് പരാതി നൽകുന്നു, അല്ലെങ്കിൽ ആ പരാതി നൽകുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നടക്കമുള്ള പല ചോദ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം നടക്കാതെ തന്നെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം നടത്തുന്നു, തന്നെ പ്രതിയാക്കി ചിത്രീകരിക്കുന്ന പോലുള്ള അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും രജിത് കുമാർ പറയുന്നത്. യെസ്, അവസാനിക്കാത്ത ദുരൂഹതകളാണ് ഈ കേസിൽ ഉണ്ടാവുന്നത്. MS അനീഷ് കുമാർ തന്നെ നമുക്കൊപ്പമുണ്ട്. അനീഷ്, മാമിയുടെ തിരോധാനം ഒരു വലിയ രാഷ്ട്രീയ വിവാദം കൂടിയാണ്. കാരണം PV അൻവറിനെ പോലെയുള്ളവർ ഈ വിഷയം വലിയ ആയുധമാക്കി ഏറ്റെടുത്തുകൊണ്ട് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. ആ കുടുംബത്തിൽ സന്ദർശനം നടത്തി അത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിലാണ് മാമിയുടെ ഡ്രൈവർ മാറി നിൽക്കുന്നു, പിന്നീട് ഒടുവിൽ അദ്ദേഹം തിരികെ വരുന്നു. ഇത് സംബന്ധിച്ച ഡ്രൈവറുടെ വെളിപ്പെടുത്തലുകളും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണല്ലോ. ഇന്ന് ഈ ഡ്രൈവർ പറയുന്നതോടുകൂടി കൂടുതൽ ദുരൂഹതകളിലേക്ക് ഈ മാമി തിരോധാന കേസ് മാറുന്നു എന്ന സൂചനകൾ കൂടി വരുന്നില്ലേ അനീഷ്? തീർച്ചയായും വലിയ ദുരൂഹതകൾ തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത് സജിത്ത്. പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന്, കുടുംബത്തിന് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ കുടുംബത്തിന്റെ അസ്വാഭാവികമായ പെരുമാറ്റമുണ്ട് എന്ന് പറയുന്നു. മറുവശത്ത് സുഹൃത്തുക്കൾ, ഇദ്ദേഹത്തോടൊപ്പം ഇടപാടുകൾ നടത്തിയ മറ്റു ബിസിനസ്സുകാർ എന്നിവരൊക്കെ പ്രതിക്കൂട്ടിൽ വരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം നീങ്ങുന്നില്ല എന്നാണ് രജിത് കുമാറിന്റെ പരാതി. തന്നെ കേന്ദ്രീകരിച്ച് മാത്രം തന്നെ ഒരു പ്രതിക്കൂട്ടിലേക്ക് ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നേരത്തെ ലോക്കൽ പോലീസ് ആദ്യം കേസ് അന്വേഷിച്ചു, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം, ഈ ADGP രജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. ഇതിനുശേഷം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്കും അന്വേഷണം എത്തുന്നു. ഈ 3 സംഘങ്ങൾ അന്വേഷിക്കുമ്പോഴും അന്വേഷണത്തിന്റെ ഒരു പിൻ പോയിന്റ് താൻ മാത്രമായി മാറുന്നുവെന്ന പരാതിയാണ് രജിത് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത ശേഷവും 4 വട്ടം തന്നെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അത് അസമയങ്ങളിൽ പുലർച്ചെ 4 മണിക്കും രാത്രി 12 മണിക്കും മറ്റുമൊക്കെയാണ് വിളിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്റെ കാർ കസ്റ്റഡിയിലെടുത്തു. കാറിൽ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് പറഞ്ഞ് കാർ കസ്റ്റഡിയിലെടുക്കുന്നു. തന്റെ ഭാര്യയുടെ ഫോൺ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ ജീവിതം അങ്ങേയറ്റം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. താനുമായി ആരെങ്കിലും ഫോണിൽ ബന്ധപ്പെട്ടാൽ ആ ഫോണിൽ ബന്ധപ്പെടുന്നവരെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘം വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യുന്നു. ഇങ്ങനെ ജീവിതം ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത ശേഷം കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജിൽ മുറിയെടുത്ത് ഭാര്യയും ഭർത്താവും താമസിക്കുന്നു. അവിടെ നിന്നും എങ്ങോട്ട് പോകണമെന്ന ലക്ഷ്യമില്ലാതെയാണ് താൻ പോയത്. പക്ഷേ ഗുരുവായൂരിലാണ് എത്തിയത്. അവിടെ ആത്മഹത്യ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇന്നലെയും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ചില വോയിസ് നോട്ടുകൾ ഇട്ടു. അത് അടക്കം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. കാരണം ഫ്ലൈറ്റ് മോഡിലാക്കി സെറ്റ് ചെയ്ത് വെച്ചു. ആത്മഹത്യാക്കുറിപ്പടക്കം തയ്യാറാക്കി വെച്ചു. പക്ഷേ അപ്പോഴേക്കുമാണ് പോലീസ് അപ്രതീക്ഷിതമായി തങ്ങളെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് പോലീസാണ് ഈ ഫോൺ ഓൺ ചെയ്തപ്പോഴാണ് ഈ ആത്മഹത്യാക്കുറിപ്പടക്കം പുറത്തു വന്നത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ ചില പാളിച്ചകൾ ഉണ്ട് എന്നും പറയുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം ഇപ്പോൾ പറയുന്നു, ഈ മാമി കാണാതാവുന്നതിന് തൊട്ട് മുമ്പ് ഒരു പെൺകുട്ടിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ വെച്ച് കാണുന്നു.
ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയോടൊപ്പം കണ്ടു എന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നില്ല. ഒപ്പം ഓഗസ്റ്റ് 22-നാണ് മാമിയെ കാണാതാവുന്നത്. അന്ന് വൈകുന്നേരം തന്നെ മാമിയുടെ ഭാര്യമാരിൽ ഒരാൾ പോലീസിൽ പരാതി നൽകുന്നു, മാമിയെ കാണാതായി എന്ന് പറഞ്ഞു. ആ ഒരു പരാതിയിൽ തന്നെ അസ്വാഭാവികത ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ വ്യാപാര സംബന്ധമായ യാത്രകൾക്ക് മറ്റും പോകുന്ന ആളാണ് മാമി. 4 ഭാര്യമാരുണ്ട്. ആ ഓരോ ഭാര്യമാരുടെ വീടുകളിലുമൊക്കെ കുട്ടികളോടൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാൻ പോകുന്ന ആളാണ്. അതുകൊണ്ട് ഒരു ദിവസം ഏതാനും മണിക്കൂറുകളിലേക്ക് മാമിയെ കാണാതിരുന്നാൽ എന്തിനിങ്ങനെ ഒരു പരാതി നൽകുന്ന നിലപാടിലേക്ക് കുടുംബം എത്തിയെന്ന ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നത്. ഒപ്പം ഹൈദരാബാദിൽ ഒരു ഭാര്യയുണ്ട്. അവർക്ക് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് മാമി ഒരു മെസ്സേജ് ഇട്ടിരുന്നു. അൻവർ എന്ന ഒരാളുമായി കാണണം, അൻവറുമായി ബന്ധപ്പെടണം എന്ന രീതിയിലൊരു മെസ്സേജ് ഇട്ട് ഈ അൻവർ ആരാണ്, അൻവറും മാമിയും തമ്മിലുള്ള ഇടപാടാണ് എന്താണ് എന്നിവയെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം. ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണം പോകാതെ ബിസിനസ് പരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാതെ തന്നെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ രജിത് കുമാർ പറയുന്നത്. ഒപ്പം ഈ IMA ഹൗസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമിടപാട് ഏതാണ്ട് 30 കോടിയിലധികം രൂപയുടെ ഒരു സ്ഥലമിടപാട് നടന്നിരുന്നു. ആ ഇടപാട് മുറുകി നിൽക്കുന്നതിനിടെയാണ് മാമിയെ കാണാവുന്നത്. പക്ഷേ മാമിയെ കാണാതായി 1 മാസത്തിന് ശേഷം ആ സ്ഥലത്തിന്റെ ഇടപാടുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ ഇവിടം വരെ ഉണ്ട്. ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു, പുതിയ അന്വേഷണ സംഘം വരുന്നു. പക്ഷേ ഈ അന്വേഷണത്തിന്റെ എല്ലാ പോയിന്റും തന്നിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്നു എന്നതാണ് രജിത് കുമാറിന്റെ പരാതി. നമുക്കെന്തായാലും ഈ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഏതാണ്ട് രജിത് കുമാറിലേക്ക് കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. രജിത് കുമാറിന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാമെന്നാണ് പറയുന്നത്. നേരത്തെയുള്ള അന്വേഷണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടപ്പോഴും വളരെ പരിചയസമ്പന്നനായ ഒരു കുറ്റവാളി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് അവരും ഈ രജിത് കുമാറിനെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും 6-7 മാസം പട്ടാളത്തിൽ സൈനിക പരിശീലനം കിട്ടിയ ആളാണ്. കരാട്ടയിലും കുംഫയിലും ഒക്കെ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളതാണ്. അപാരമായ മനസാന്നിധ്യം ഉള്ളയാളാണ് എന്നൊക്കെയാണ് പഴയ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും തങ്ങൾ തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ച് ചോദ്യം ചെയ്യുമ്പോഴും അതിനെ പ്രതിരോധിക്കുന്ന മാർഗങ്ങൾ ഓരോ ഘട്ടത്തിലും രജിത്ത് അവലംബിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടൊരു ബ്രെയിൻ ഗെയിം എന്ന രീതിയിൽ തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും പുതിയ അന്വേഷണ സംഘത്തിന് ക്രൈംബ്രാഞ്ചിന് എന്തെങ്കിലും തരത്തിലുള്ള ചുരുൾ അഴിക്കാൻ കഴിയുമോ എന്നൊരു ആകാംക്ഷ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. എന്തായാലും നിയമ നടപടികൾക്കായി, അതായത് തന്നെ നിരന്തരം ക്രൈംബ്രാഞ്ച് വേട്ടയാടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടികൾക്കുള്ള കൂടുതൽ തയ്യാറെടുപ്പാണ്. നേരത്തെ ലോക്കൽ പോലീസും പലവട്ടം നോട്ടീസ് പോലും നൽകാതെ രജിത്തിനെ വിളിച്ച് ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അന്ന് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായൊരു ഉത്തരവ് സമ്പാദിച്ചിരുന്നു. അതായത് നോട്ടീസ് നൽകി മാത്രമേ രജിത് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവൂ എന്ന ഉത്തരവാണ് കോടതി നൽകിയത്. ആ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നതെന്നാണ് രജിത് കുമാർ പറയുന്നത്. സജിത്ത്, അനീഷ്, ഈ രജിത് കുമാർ ഡ്രൈവർ അദ്ദേഹം ഉന്നയിക്കുന്ന ആക്ഷേപം കുടുംബത്തിനെതിരെ കൂടിയാണല്ലോ. കുടുംബം പെട്ടെന്ന് പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട് എന്നൊരു സംശയം അദ്ദേഹം കുടുംബത്തിനെതിരെ കൂടി ഉന്നയിക്കുന്നു. ഇത് സംബന്ധിച്ച് കുടുംബത്തിന്റെ പ്രതികരണമോ അവരുടെ തുടർ നീക്കങ്ങളോ വല്ലതും ലഭ്യമാവുന്നുണ്ടോ? പ്രത്യേകിച്ച് കാണാതായ ഡ്രൈവർ തിരികെ എത്തിയതിനു ശേഷം നടത്തുന്ന ആദ്യ പ്രതികരണം എന്ന രീതിയിൽ കൂടി ഇതിന് പ്രസക്തി ഏറെയാണല്ലോ. തീർച്ചയായും ഈ ഡ്രൈവറെ കാണാതായപ്പോൾ തന്നെ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെടുന്നു, 2 ഭാര്യമാരുമായി ബന്ധപ്പെടുന്നു. പക്ഷേ അവർക്കൊന്നും മനസ്സിലാവാത്ത ചില നീക്കങ്ങളാണ് കേസിൽ നടക്കുന്നതെന്നാണ്. ഒന്ന്, അവർ പ്രവചിക്കപ്പെട്ടത് 1-2 ദിവസത്തിനുള്ളിൽ ഈ രജിത് കുമാർ സ്ഥലത്തേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ്. കാരണം ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിരന്തരം വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഈ രജിത്തിന്റെ ഭാര്യയുടെ ഫോൺ കൊണ്ടുപോകുന്നു, രജിത്തിന്റെ കാറ് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു. ഇങ്ങനൊരു സമ്മർദ്ദത്തിൽ, ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിൽ അന്വേഷണ സംഘത്തെ പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു പ്രതീതി വരുത്തുകയും പൊതുജന വികാരം അനുകൂലമാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുമെന്നൊരു സംശയം അവർക്കും ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതുപ്രകാരം ആ രീതിയിൽ തന്നെ രജിത്തിനെ തിരികെ കിട്ടിയിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിനെതിരായി അദ്ദേഹം ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. മറ്റൊരു സാധ്യത, ഇദ്ദേഹത്തെ ഈ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങൾ മനഃപൂർവ്വം മാറ്റിയതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ശേഖരിക്കാനോ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിക്കാനോ മറ്റോ ഒക്കെ ഉണ്ടായ ഒരു തിരോധാനം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായൊരു കാണാതാകൽ എന്നത് അതിന്റെ പിന്നിലുള്ള കാര്യമാണോ എന്നാണ് കുടുംബം സംശയിച്ചത്. അതുകൊണ്ട് തന്നെ അവർ ഒരു പരസ്യമായ പ്രതികരണം, കാര്യങ്ങളൊന്ന് നിരീക്ഷിച്ചു വരുന്നു, അതിനുശേഷം മാത്രം പ്രതികരിക്കാം എന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ രജിത്ത് പറയുന്ന പല കാര്യങ്ങളും കുടുംബം നിഷേധിക്കും. നേരത്തെ തന്നെയും ഇത്തരം ചില ഊഹാപോഹങ്ങൾ രജിത്തിന്റെ ഭാഗത്തുനിന്നും പ്രചരിപ്പിക്കാൻ നീക്കങ്ങൾ ഉണ്ടായി എന്ന് മാമിയുടെ സഹോദരിയും മകളും ഒക്കെ അടക്കം നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വന്നതിലൊരു തിയറികളിൽ ഒന്നാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ
വിശദാംശങ്ങൾ. അത് മനഃപൂർവ്വം അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള രജിത് കുമാറിന്റെ നീക്കമാണ് എന്നാണ് ആ കുടുംബവും പറഞ്ഞിരുന്നത്. എന്തായാലും ഈ പരാതി നൽകുന്നതിലുണ്ടായ അസ്വാഭാവികത അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കുടുംബം അല്പം വൈകാതെ നമ്മളോട് സംസാരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് എന്താണ് ഈ കാര്യങ്ങളിൽ ഈ ഹൈദരാബാദിലെ ഭാര്യയ്ക്ക് അയച്ച സന്ദേശം, ആരാണ് ഈ ഭാര്യയ്ക്ക് ആരോട് ബന്ധപ്പെടാൻ പറഞ്ഞ അൻവർ എന്നയാള് ഈ ചിക്കമംഗളൂരിലേക്ക് പോയി എന്ന് ചൂണ്ടിക്കാട്ടി കുടുംബത്തെ ആദ്യം തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ ചില സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇഴചേർത്ത് പിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കേസാണ്. എന്തായാലും 1.5 വർഷം കഴിയുമ്പോഴും ഒരു തുമ്പ് പോലും ഇതുവരെ പോലീസിന് ലഭ്യമല്ല. നഗരഹൃദയത്തിലെ തിരക്കേറിയ ഭാഗത്തു നിന്നാണ് ഈ മാമി എന്ന ആളെ കാണാതാവുന്നത്. തലക്കളത്തൂർ എന്ന ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് ഫോൺ ലൊക്കേഷനിൽ അവസാനം കണ്ടത്. നേരത്തെ ആദ്യഘട്ടത്തിലെ അന്വേഷണങ്ങളിൽ ഈ രജിത് കുമാറിനും ഈ സ്ഥലത്ത് ഇടപാടുകളുണ്ട്, അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉണ്ടെന്ന് ഒരു വിലയിരുത്തലും ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നിരന്തരം രജിത് കുമാറിനെ ചോദ്യം ചെയ്യും, അദ്ദേഹത്തിന്റെ കാർ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയും അദ്ദേഹത്തിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ ക്രൈംബ്രാഞ്ച് അടക്കം നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രജിത് കുമാറിന്റെ വിമർശനങ്ങളോട്, അദ്ദേഹം ഉന്നയിച്ച അസ്വാഭാവികമായ പെരുമാറ്റങ്ങളോട് കുടുംബത്തിന്റെ പ്രതികരണം വൈകാതെ തന്നെ ഉണ്ടാവും. സജിത്ത്. യെസ്, അനീഷ് സൂചിപ്പിച്ചതുപോലെയാണ് കുടുംബത്തിന്റെ പ്രതികരണമാണ് ഇനി വരുന്ന മിനിറ്റുകളിൽ നിർണായകമാവുന്നത്. എന്തായാലും രജിത് കുമാർ കുടുംബത്തിനെതിരെ കൂടി ആക്ഷേപം ഉന്നയിക്കുമാണ്. മാമി തിരോധാന കേസിൽ ഇതുവഴിയും ദുരൂഹത മാറുന്നില്ല. ഒഴിയാത്ത ദുരൂഹതയിൽ ചുരുളഴിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് പോയാൽ അവിടെ നിന്നുമുണ്ടാകുന്ന മറ്റൊരു വാർത്ത CPI നേതാവിനെതിരെ പോക്സോ കേസ് എന്നതാണ്. തിരുവനന്തപുരം അമ്പലത്തറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിഷ്ണു ബാബുവിന് എതിരെയാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തത്. വിഴിഞ്ഞം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വിഴിഞ്ഞം മുല്ലൂരിലുള്ള വീട്ടിൽ വെച്ച് വിഷ്ണു ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചുവെന്നാണ് ഇവരുടെ പരാതി. ഡാൻ കുര്യൻ ചേർന്നു. രാവിലെ ഡാൻ തന്നെയാണ് പ്രേക്ഷകരെ ഈ വാർത്ത ആദ്യം അറിയിച്ചത്. വലിയ പ്രധാനപ്പെട്ട ആക്ഷേപം ആ കുടുംബത്തിൻ്റെ ഭാഗത്ത്, വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഈ വാർത്ത വന്നതിന് ശേഷം ഇതുവരെ ഉണ്ടായ നടപടികൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം, ഒപ്പം വിഷ്ണുവിനെതിരെ സംഘടനാ തലത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? സജിത്ത്, വിഷ്ണു ബാബു ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ അന്വേഷണം വിഷ്ണുവിന് വേണ്ടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ വിഷ്ണുവിനെ പിടികൂടണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചപ്പോൾ നിർദ്ദേശം നൽകിയത്. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിനാണ് വിഷ്ണുവിനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ വിഷ്ണു ഇപ്പോഴും ഒളിവിലാണ് എന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. വൈകാതെ പിടിയിലാകും. ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി രഹസ്യമായി പോലീസിന് മൊഴി നൽകിയത്. അതോടൊപ്പം തന്നെ പരാതിയായി എഴുതി നൽകുകയും ചെയ്യുകയായിരുന്നു സംഭവിച്ച കാര്യങ്ങൾ. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായ കുട്ടിക്ക് ഈ സംഭവം ഉണ്ടാകുമ്പോൾ 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ പെൺകുട്ടിയുടെ സഹോദരനും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. ഈ സഹോദരനെ സ്കൂളിൽ നിന്ന് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്താക്കിയിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടി പിൻവലിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പാർട്ടിയിൽ സ്വാധീനമുള്ള CPIയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയായ, അമ്പലത്തറയിലെ ലോക്കൽ സെക്രട്ടറി കൂടിയായ വിഷ്ണു ബാബുവിനെ ഈ കുടുംബം, അതായത് പെൺകുട്ടിയും മാതാവും സമീപിക്കുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയുടെ മാതാവുമായി വിഷ്ണു ബാബു അടുപ്പത്തിലായി. ആ അടുപ്പം ഒരു പരിധി കഴിഞ്ഞ് അങ്ങ് വീട്ടിലേക്ക് എല്ലാ ദിവസവും വരികയും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ വരെ ഇടപെടുന്ന തരത്തിലേക്ക്, കുടുംബത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കുന്ന തരത്തിലേക്ക് അങ്ങ് മാറി. അത് അവിടെ കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ തിരുവോണത്തിന് തൊട്ട് പിറ്റേ ദിവസം വൈകിട്ട് വിഷ്ണു ബാബു ഈ വിഴിഞ്ഞം മുല്ലൂരിലുള്ള പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങളുമൊത്ത് മദ്യപിച്ചു. അതിനുശേഷം കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഈ പരാതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് വിഴിഞ്ഞം പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകാതെ വിഷ്ണു ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാകുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ. പക്ഷേ പാർട്ടി തലത്തിൽ ഏത് തരത്തിലായിരിക്കും വിഷ്ണു ബാബുവിനെതിരെ തുടർ നടപടികൾ ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഷ്ണു ബാബുവിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അന്വേഷണ സംഘം കൃത്യമായ നീക്കം നടത്തുന്നു. ഒപ്പം സംഘടനാ തലത്തിലും വിഷ്ണുവിനെതിരെ നടപടി ഉണ്ടാവും. രാവിലെ ന്യൂസ് 18 ബ്രേക്ക് ചെയ്ത വാർത്തയാണ് പ്രേക്ഷകരിൽ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി എത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടി പീഡനത്തിന് ഇരയായ കേസിൽ പിടിയിലായവരുടെ എണ്ണം
15 ഇന്നലെ അറസ്റ്റിലായ 5 പേർക്കെതിരെ കൂട്ട ബലാത്സംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് CWCക്ക് പെൺകുട്ടി നൽകിയ മൊഴി. ഇത് പരിശോധിച്ചാണ് പ്രത്യേക പോലീസ് സംഘം 5 പ്രതികളെ പിടികൂടിയത്. മഹിളാ സമാഖ്യ എന്നുള്ളൊരു സന്നദ്ധ സംഘടനയുടെ ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടിയെ കാണുന്നതും കുട്ടി ഇവരോട്, ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതൊക്കെ ആയിട്ട്. കുട്ടിക്ക് അപ്പോൾ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ച് ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള നിലയ്ക്കൊരു ആവശ്യമാണ് അവരോട് ഉന്നയിച്ചത്. അപ്പോൾ ആ മഹിളാ സമാഖ്യയുടെ പ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. അവർ തന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെയും കുട്ടിയുടെ അമ്മയും അവിടെ CWC ഞങ്ങൾ വിളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടിയെ ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്താണ് കുട്ടിക്കുണ്ടായ ഇത്രയും വലിപ്പമുള്ള അല്ലെങ്കിൽ ഇത്രയും മോശമായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ ചിലരുടെയെങ്കിലും ഫോൺ നമ്പറുകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയതിൻ്റെ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ തന്നെ ആദ്യ ഇരുപ്പിൽ തന്നെ പറഞ്ഞു. പക്ഷേ നമുക്ക് CWCന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അത് കൗൺസിലിങ്ങിന് വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ പ്രാഥമികമായി ഞങ്ങൾ കേട്ടതിന് ശേഷം കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയാണ്. അതിൻ്റെ അസാധാരണത്വം ബോധ്യപ്പെട്ടാണ് ഞങ്ങളത് സൈക്കോളജിസ്റ്റിന് തന്നെ കൈമാറുന്നത്. സൈക്കോളജിസ്റ്റ് ആദ്യ റൗണ്ട് റിപ്പോർട്ട് ഏതാണ്ട് 62 പേരുടെ പേരുൾപ്പെടുന്ന റിപ്പോർട്ട് തന്നു. അതിൽ പേരുകളുണ്ട്, അവരുടെ പ്രായത്തെ സംബന്ധിച്ച് സൂചനയുണ്ട്, എവിടെ വെച്ച് എന്തൊക്കെ എന്നുള്ള നിലയ്ക്കുള്ള വിവരണങ്ങളുണ്ട്. പക്ഷേ അതിന് ശേഷം ഈ കുട്ടിയുടെ ഈ ഫോൺ നമ്പർ, ഫോണിലൂടെയുള്ള ഇൻട്രാക്ഷൻ സംബന്ധിച്ച് കുട്ടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുട്ടി അച്ഛൻ്റെ ഫോണിലൂടെയാണത് നടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയോട് ആവശ്യപ്പെട്ട് അച്ഛൻ്റെ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു. ആ ഫോണിലൂടെ ഈ പ്രതികളായിട്ടുള്ള ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ 40ഓളം പേരുടെ നമ്പറുകൾ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് രണ്ടാമത് റിപ്പോർട്ട് കൂടി തന്നു. ഈ 2 റിപ്പോർട്ടും നമ്മൾ പല സ്റ്റേഷൻ പരിധികളിൽ വരുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു മോണിറ്ററിങ് സംവിധാനം കുറേ കൂടെ സൂപ്പർവിഷൻ ഇത് കുറേ കൂടെ ഭേദപ്പെടുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ സൂപ്രണ്ട് ഓഫ് പോലീസിന് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണെങ്കിലും അത് ആ ലെവലിലാണുള്ളത് കുറേ കൂടെ മെച്ചപ്പെടുക. അതുകൊണ്ട് അങ്ങനെ കൊടുത്ത സമയത്ത് തന്നെ സൂപ്രണ്ട് ഓഫ് പോലീസിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്ത് അതിനകത്തൊരു സമയനഷ്ടത്തിൻ്റെ പ്രശ്നം ഒതുക്കാതെ തന്നെ അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത് സർക്കാർ സംവിധാനം, മിഷണറീസ് എല്ലാം നന്നായിട്ട് തന്നെ വിവരങ്ങളെ വേണ്ട രീതിയിൽ ഗൗരവത്തിലെടുത്തതാണ് ഇപ്പോൾ ഈ കേസ് ഇത്ര വരെ മുന്നോട്ട് പോകാനുള്ള കാരണമായത്. പത്തനംതിട്ട, ഇലവന്തിട്ട ഇങ്ങനെ 2 പോലീസ് സ്റ്റേഷനുകളിലായി 5 FIRകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത 5 പേർക്കെതിരെ കൂട്ട ബലാത്സംഗത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണ നീക്കങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങേറ്റം നിർണായകമാണ്. ശശിനാരായണൻ നമുക്കിപ്പം പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശശിനാരായണൻ, ഏറെ ഞെട്ടിക്കുന്ന ഒരു കേസാണ് ഈ പെൺകുട്ടിയുടെ മൊഴി. എന്തുകൊണ്ട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വരാൻ വൈകി എന്ന ചോദ്യം പോലും നമുക്ക് മുന്നിൽ ഒരു ദുരൂഹതയായി ഇപ്പോഴും നിൽക്കുകയാണ്. ആദ്യം തന്നെ അന്വേഷണ സംഘത്തിന്റെ ഇന്നത്തെ ദിവസം നമുക്കിനി പ്രതീക്ഷിക്കാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? ഒപ്പം കൂടുതൽ പേരെ എങ്ങനെയാണ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ചെയ്യുക? ഇതാണോ പോലീസിന്റെ തീരുമാനം? സജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന് ശേഷം അടിയന്തരമായി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പറാണ് ഈ കുട്ടി ഉപയോഗിച്ചിരുന്നത്. ആ ഫോൺ നമ്പർ പ്രകാരമുള്ള 5 പേരെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു, അവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം 10ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 40 പേരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പറയുന്ന രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൂടാതെ 62ഓളം പേര് പീഡനത്തിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. അത്തരത്തിലൊരു രീതിയിലുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ശാസ്ത്രീയമായ പരിശോധനയും അതുപോലെ തന്നെ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പോലീസിന് ആവശ്യമാണ്. പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതലായി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോൺ നമ്പറാണ് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളുടെ പേരുകൾ, ഈ കുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയ അല്ലെങ്കിൽ പീഡനത്തിന് ഇരയാക്കിയ ആളുകളുടെ പേരുകൾ കൃത്യമായി ഫോണിൽ സേവ് ചെയ്തിരുന്നു. ആ ഫോൺ നമ്പർ പ്രകാരമാണ് അവരുടെ മേൽവിലാസങ്ങൾ കണ്ടെത്തുകയും അവിടേക്ക് പോലീസ് എത്തുകയും അങ്ങനെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലേക്ക് ഉണ്ടായത്. എന്തായാലും ഈ അറസ്റ്റിലായിരിക്കുന്ന 5 പേരും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് കൂട്ട ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഈ നിലവിൽ കസ്റ്റഡി എടുത്തിട്ട 10 പേരും ഇത്തരത്തിൽ ആരോപണ വിധേയരാണ്. അവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തുടർന്നായിരിക്കും അവരിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റിലേക്ക് കിടക്കുക. 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായപൂർത്തിയാകുന്നവരെയുള്ള 5 വർഷ കാലയളവിലാണ്
ഇത്തരത്തിലൊരു പീഡനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പീഡനം നടത്തിയിട്ടുള്ള വ്യക്തികൾ, ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തവർ ചിലർ വിദേശത്താണ്, ചിലർ അന്യ സംസ്ഥാനങ്ങളിലാണ്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായ പരിശോധന, അവരുടെ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇതെല്ലാം പോലീസ് നടത്തേണ്ടതായിട്ടുണ്ട്. ആ തരത്തിൽ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നിലവിൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഈ 10 പേരാണ് ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. 5 കേസുകൾ, 5 എഫ്ഐആറുകൾ ഇതുമായി ബന്ധപ്പെട്ട എടുത്തിട്ടുണ്ട്. ഇലവൻതിട്ട, പത്തനംതിട്ട, റാന്നി, കോന്നി സ്റ്റേഷനുകളിലൊക്കെ പരാതിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ഈ പോലീസ് സ്റ്റേഷനിലെ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലും ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ പോലീസിൽ നിന്നും അറിയുന്നത് വരും. അതനുസരിച്ച് ഒരു അന്വേഷണം പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു നിർദ്ദേശമനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. കേരളത്തെ ഒരു ഞെട്ടിച്ച വാർത്തയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 13 വയസ്സ് വരെയുള്ള കുട്ടി നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നു. കായിക താരമാണ്, കായിക പരിശീലകർ, സുഹൃത്തുക്കൾ, അച്ഛന്റെ സുഹൃത്തുക്കൾ, അങ്ങനെ നിരവധി ആളുകൾ ഈ കുട്ടിയെ തുടർച്ചയായി 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പീഡിപ്പിച്ച കേസുകളാണ് ഈ 62ഓളം പേരെന്ന് പറഞ്ഞ ലിസ്റ്റ് വരുന്നത്. അതിനപ്പുറത്തേക്കും ചിലപ്പോൾ ഈ ചങ്ങലയായി ഈ കേസിൽ പ്രതികൾ ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഈ കായിക പരിശീലന സമയത്തും അധ്യാപകരും അതുപോലെ സഹപ്രവർത്തകരായ ആളുകളും ഈ പ്രതികളായി വരാനും സാധ്യതയുണ്ടെന്നും കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ശാസ്ത്രീയ പരിശോധനകൾ ഈ കേസിന് ആവശ്യമാണ്. ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആവശ്യമുണ്ട്. ചിലർ വിദേശത്തായാലും അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തേണ്ട അത്തരത്തിൽ ഒരു വിപുലമായ അന്വേഷണമാണ് ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള 10 പേരെ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. ഇവരെ വിശദമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ ചോദ്യം ചെയ്തു വരികയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കും. അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ 5 പേർ അറസ്റ്റിലായ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നേരത്തെയും പോക്സോ കേസിലെ പ്രതിയാണ്, അയാൾ ജയിലിലാണ്. അത്തരത്തിൽ ഉള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഈ പിതാവിന്റെ ഫോൺ ഉപയോഗിച്ച് ആണ് കുട്ടി ഇവരുമായി ഈ നേരിട്ട് പെൺകുട്ടിയുമായി ഒരു ഫോൺ സന്ദേശം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ ലിസ്റ്റ് പോലീസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാൻ, പെട്ടെന്ന് തന്നെ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞൊരു സാധ്യതയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ ജില്ലയ്ക്കകത്തും പുറത്തുമൊക്കെ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. കാറിൽ വെച്ചും ഈ കുട്ടിയുടെ വീട്ടിൽ വെച്ചും നിരന്തരം പീഡനത്തിന് ഇരയായി എന്നുള്ള വിവരം കൂടി, ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ചുട്ടിപ്പാറ അടക്കമുള്ള ഒരു പ്രദേശങ്ങളിൽ പെൺകുട്ടി എത്തിച്ചിട്ടുണ്ട്. ഈ 5 സംഘം, ഈ അറസ്റ്റിലായ 5 സംഘം കൂട്ടബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് വലിയ ഒരു കാര്യമായി, ഒരു തെളിവായി, ഒരു കുറ്റമായി പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് കൂടാതെ ഈ നിലവിൽ ഈ പെൺകുട്ടി ഈ പ്രതികളുടെ എല്ലാം പേരുകൾ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, സൂക്ഷിച്ചിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഈ പ്രതികളായ ഈ കുട്ടിയുമായി ലൈംഗികമായി ചൂഷണം ചെയ്തവരുടെ പേരുകൾ ഈ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ മേൽവിലാസം ഉണ്ടായിരുന്നു. അതെല്ലാം പോലീസിന് പെൺകുട്ടി സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഒരു നിർദ്ദേശവും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശവും ഒക്കെ ഈ മേൽനോട്ടവും ഒക്കെ ഈ കേസിനുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ പ്രതികളായിട്ടുള്ള നിലവിൽ 62ഓളം പേരാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. അത്തരം ആളുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ അറസ്റ്റ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ കേസുമായി നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. സഹിത്തെ യെസ്, ശശിനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ കേസ് സമീപകാലത്ത് നമ്മൾ കേൾവി ഉണ്ടാവാത്ത തരത്തിലുള്ള വിവാദമാവുന്ന ഒരു സംഭവമാണ് പത്തനംതിട്ടയിൽ നിന്നും ഉണ്ടാവുന്നത്. പെൺകുട്ടിയുടെ മൊഴി അത്ര കണ്ട് ഗുരുതരമാണ്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം പോലീസ് പെട്ടെന്ന് രൂപീകരിക്കുന്നു. ആ അന്വേഷണ നടപടികളുമായി പോകുന്നു. 15 പേരെ ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. ഒപ്പം പ്രതികളായി കണ്ടെത്തിയിരിക്കുന്ന പലരും വിദേശത്താണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം നടപടികൾ അങ്ങേയറ്റം ദുർഘടമാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. അന്വേഷണ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി വരുമ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാട് ഗുണ്ടാ ലിസ്റ്റിലുള്ളയാളെ കുത്തിക്കൊന്നു. ഏണിക്കര സ്വദേശി സാജനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലാണ്. സമീപവാസി ജിതിൻ, ഇയാളുടെ ഭാര്യ സഹോദരൻ രതീഷ്, ബന്ധു മഹേഷ് എന്നിവരാണ് നെടുമങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. സാജന് ജിതിന്റെ ഭാര്യയുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറയുന്നു. അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ സംഭവം? പോലീസിന്റെ വിശദീകരണം അതെങ്ങനെയാണ്? സജിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ സാജൻ എന്ന 32-കാരനാണ് കുത്തേറ്റ് മരിച്ചത്. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജിതിൻ
ഉണ്ണി എന്ന് വിളിക്കുന്ന ജിതിനെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ജിതിന്റെ ഭാര്യയുമായി കൊല്ലപ്പെട്ട സാജന് ബന്ധമുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർന്നു നിന്നിരുന്നു. ഇതിൽ ചൊല്ലിയുള്ള വൈരമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഈ പറയുന്ന സാജന്റെ ഭാര്യ ജിതിന് ഒരു സാജന് ഒരു സ്വർണ്ണമാല ഈ ഉണ്ണിയുടെ ഭാര്യ നൽകിയിരുന്നു, അത് പണയം വെച്ചിരുന്നു. ഇതൊക്കെ ഇതിനെ ചൊല്ലിയൊക്കെയുള്ള തർക്കവും പ്രശ്നങ്ങളും ഈ പറയുന്ന ഉണ്ണിയുടെ വീട്ടിൽ, അതായത് ജിതിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഈ തർക്കത്തെയൊക്കെ തുടർന്നായിരുന്നു ഇന്നലെ സമീപവാസി കൂടിയായ സാജന്റെ വീട്ടിലേക്ക് ഇവരെത്തുന്നത്. എത്തിയപ്പോൾ ജിതിന്റെ കൂടെ ഈ ഉണ്ണിയുടെ സഹോദരനും ഉണ്ണിയുടെ ഭാര്യ സഹോദരനും ഉൾപ്പെടെയുള്ള 3 പേർ കൂടെ ഉണ്ടായിരുന്നു. അവർ ചേർന്നാണ് ഈ പറയുന്ന ജിതിനെ സാജനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിക്കുകയും കത്തിക്കുത്തിന് ഇടയാക്കുകയും ചെയ്തത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സാജൻ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് 3 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കൂടുതൽ വിവരങ്ങൾ പറയുന്നതനുസരിച്ചുള്ള മറ്റു വിവരങ്ങൾ പോലീസ് തിരക്കി വരുന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. യെസ്, തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ കുത്തിക്കൊന്നു. അതിന് പിന്നിൽ നിരവധി പിന്നാമ്പുറ കഥകളുണ്ട്. അതാണ് അരുൺ മോഹൻ വ്യക്തമാക്കിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് അപ്ഡേറ്റ്സ് ആണ്. ആര്യാർ ദേവൻ ചേരും.